ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് എരമല്ലൂർ നിൽക്കുകയാണ്. എറണാകുളത്തേക്ക് പോകുന്ന വഴി. എറണാകുളത്ത് ഒരുപാട് നാളായി എറണാകുളത്ത് പോയിട്ട് ഒരു കുഞ്ഞു വ്ളോഗ്. Seem like we feel the same. We love what we hate. We lie, but we know we can't water what doesn't grow. Give up, let it go. Well, we fell apart just in time. You say at least it was worth the try. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ് കാർ സാനിറ്റൈസിങ് പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് തന്നെയാണ് ലുലുവിൽ വരുന്നത്. അതുമാത്രമല്ല, കോവിഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, അതായത് എൻ്റെ ഏറ്റവും മൂത്ത കസിൻ്റെ മോനാണ്. എന്നെക്കാളും ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയടാ? എൻ്റെ പേര് ഡാനിയൽ. അപ്പോൾ ഡാനിയൽ ഉണ്ട് നമ്മുടെ കൂടെ. ഡാനിയൽ ഇന്ന് നമ്മുടെ എല്ലാ ചെറിയൊരു വ്ളോഗായിരിക്കും. എനിക്ക് അറിയത്തില്ല എന്ത് കണ്ടന്റ് എന്ന്. നമുക്ക് പോയി നോക്കാം ലുലുവിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വന്ന് കയറിയപ്പം നിങ്ങൾ കണ്ടല്ലോ, കയറിയപ്പോൾ നമ്മുടെ വണ്ടി സാനിറ്റൈസിങ് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് ഇനി അകത്തേക്ക് പോവാണ്. അത് ഓരോ പ്രോസസ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ സ്റ്റാർബക്സിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാർബക്സ് ലാസ്റ്റ് വീക്കാണ് ഓപ്പൺ ആക്കിയത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പേരും കാര്യങ്ങളും വിവരങ്ങളെല്ലാം ഇവിടെ ഒരു കൗണ്ടറിൽ ആദ്യം പറയണം. അതുപോലെ തന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It was worth the try. At least it was worth the try. At least it was worth the try. നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടതുപോലെ തന്നെ അതായത് മോളിനകത്തൊന്നും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള തിരക്കുകളൊന്നും അനുഭവപ്പെട്ടില്ല. അതായത് സാധാരണ കുറച്ച് ആൾക്കാർ മാത്രം. ഇപ്പോൾ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് തന്നെ സാധാരണ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ ഇപ്പം കോവിഡിന് ശേഷം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാവരും മാസ്കും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമുക്ക് തരുന്ന ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ ഗ്ലൗസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിപ്പം ലുലുവിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. സാധാരണ സമയത്ത് ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നടന്നും ഒരുപാട് പേര് ബസ്സിലും മറ്റേ ട്രെയിനിലും ഒക്കെ ഒരുപാട് പേര് വരുന്നവർ നടന്നൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു പാതയാണ്. പക്ഷെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങനെ ഒരു രീതിയിലുള്ള തിരക്കുമില്ല. ഈവൻ നമ്മുടെ നാട്ടെ മാക്ഡൊണാൾഡിൻ്റെ ആ സ്റ്റാച്യൂൻ്റെ അവിടെ പോലും ഒരു കുഞ്ഞു പോലും ഇല്ല. അപ്പം നിങ്ങൾക്കൊരു ജസ്റ്റ് വരുന്നവർക്ക്, അതായത് സേഫായിട്ടൊരു രീതിയിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പറ്റിയ ടൈമാണ്. അതായത് ഒരുപാട് തിരക്കുകളൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റ് മെയിൻ എൻട്രൻസ്, അതായത് ലുലുവിൻ്റെ മെയിൻ എൻട്രൻസ് കയറി വന്ന് നേരെ നോക്കുന്നത് സ്റ്റാർബക്സ് കോഫിയാണ്. ലാസ്റ്റ് വീക്കാണ് സ്റ്റാർബക്സ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്കൊന്ന് പോകാം.
seem like we feel the same. We love what we hate. We lie, but we know we can't widen what doesn't. നേരത്തെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന്. നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്നും കയറി വരുന്നത് നേരെ നോക്കുന്നത് സ്റ്റാർബക്സിൻ്റെ ഇവിടാണ്. കമ്പാരിറ്റീവ്ലി ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഏതൊരു ഡ്രിങ്കും. സ്റ്റാർബക്സിലെ ഏതൊരു ഡ്രിങ്കും ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ബട്ട് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് ഞാനാണെങ്കിൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ലംബോഗിനിയുടെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റാർബക്സ് കോഫി ഉണ്ട്. അവിടെ നിന്നാണ് ഫസ്റ്റ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം ട്രൈ ചെയ്യണോ വേണ്ട എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ജസ്മാനെ, നമുക്ക് KFCയിലോട്ട് പോയാലോ? പോയേക്കാം. നമ്മൾ ലാസ്റ്റ് മെയിലാന്ന് തോന്നല്ലേ KFC തിരുവല്ല. Your lips, but I hate the taste. No fun in this game. I will call all your bluff, 'cause using bodies isn't good enough. Slow down, this ain't love. Well, we fell apart just in time. Ooh, you say at least it was worth the try. KFCന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വയ്യായിരുന്നു, കാര്യം അത്രയ്ക്ക് ഹെവി ആയിപ്പോയി. പിന്നെ വന്ന വഴി വണ്ടി ഓടിച്ച് വന്ന വഴി വൈറ്റിലയിലുള്ള ഡെക്കാത്തലോണിലൊന്ന് കയറി. അപ്പോൾ ഡെക്കാത്തലോണിൽ കയറിയപ്പം 1-2 പ്രോഡക്റ്റ്സ് മേടിച്ചു. പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ മേടിച്ച ഇത് ട്രെക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു രീതിയിൽ അവർ വെച്ചിരുന്ന ഒരു ബാഗാണ്. പക്ഷെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഗാഡ്ജറ്റ്സ് ഒരുപാട് സാധനങ്ങൾ വലിയ ബാഗിലിടുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാഗിലിടുമ്പോൾ അതിങ്ങനെ പലയിടത്ത് കിടക്കും. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം സൂക്ഷിക്കാൻ പറ്റിയ ഒരു രീതിയിലൊരു ബാഗ്. ഇതിന് 400 ആണ് MRP പ്രൈസ് കണ്ടത്. പക്ഷേ 200 റുപ്പീസ് നമുക്ക് കിട്ടാനായിട്ട് ഇടയായി. എന്താണ്, ഡെക്കാത്തലോണിൻ്റെ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഹൈക്കിങ്ങിനൊക്കെ ഹൈക്കിങ് ചെയ്യാനായിട്ടും അതുപോലെ ചെറിയ രീതി ട്രെക്കിങ് സമയത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെയിൻ കോട്ട്. അതുപോലെ തന്നെ നമുക്ക് മഴയത്ത് വിടാം. ഇത് റെയിൻ കോട്ടാണ്. അതായത് 500 റുപ്പീസ് റെയിൻ കോട്ട്. നമ്മുടെ സ്ഥലങ്ങളിലുള്ള കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 700 അല്ലെങ്കിൽ ഒരു 800-ന് ഭയങ്കര ചാക്ക് പോലത്തെ ഒരു റെയിൻ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വാഹനം യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ്. അപ്പം ഈ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ബാഗിലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ എവിടെയും ഇപ്പം നമ്മൾ വണ്ടിയുടെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ വെക്കാനായിട്ട് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ വെച്ചാന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഇത് എന്താണ് ഒരു റെയിൻവെയർ എന്ന് പറയാൻ കാര്യം ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് തന്നെയാണ് ഇതിൻ്റെ ഈ കവർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ്ട് കണ്ടോ, ആ കവർ തന്നെ, ആ കവർ എന്ന് പറയുന്നത് ആ കവറായിട്ട് നമ്മൾ കണ്ടത് ഇതിനകത്തെ ഒരു പാർട്ടാണ്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു റെയിൻവെയർ ആണ്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ബൾജി ആയിട്ടിരിക്കത്തില്ല. നമുക്ക് ട്രാവലിങ്ങിന് ട്രിപ്പിനൊക്കെ പോകുമ്പം ഏറ്റവും ബെസ്റ്റ് റെയിൻവെയർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ അവരുടെ കൗണ്ടറിൽ നിന്നപ്പോൾ ഒരു എനർജി ഡ്രിങ്കും കണ്ടു. പക്ഷെ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സാധാരണ എനർജി ഡ്രിങ്കിന് ഇത് തന്നെയായിരുന്നു. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ നിന്ന് കുടിച്ചു തീർക്കും. അപ്പോൾ എനിക്കറിയത്തില്ല നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എന്നറിയത്തില്ല. എനിവേ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗ് പോലെ ഒന്ന് പോയതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം ഇട്ടൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അവിടുന്ന് മെട്രോയിലൊരു ട്രാവലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ചെയ്യാനായിട്ടുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെയും പോകുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇരുട്ടി 6:45 ആകുന്നു. അപ്പോൾ ഇറ്റ്സ് മീ Elsaph Besor signing out. Bye bye. See you in next video.